നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നൊരു ദുഃഖകരമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കടയ്ക്കൽ അഞ്ചുമുക്ക് ഉഷസ് നിവാസിൽ ശ്രീ സുഗതനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതയും മരണപ്പെട്ട കാഴ്ചയാണ് ഇന്ന് അവിടെ പ്രദേശവാസികൾ കണ്ടത്. അദ്ദേഹം ഗൾഫിലായിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. വളരെ വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഭാര്യയുമായിട്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 3 ദിവസത്തിന് മുമ്പ് നാട്ടിലെത്തുകയും ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകാൻ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഉച്ചയോട് അടുപ്പിച്ചാണ് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കിടപ്പമുറിയിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭാര്യ വിഷമുള്ളിച്ചെന്ന് മരിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഭർത്താവ് തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അവർക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മുതിർന്നവരാണ്. അദ്ദേഹം വിദേശത്ത് തന്നെ അവരോടൊപ്പമാണ് ഉള്ളത്. ഒരു മകൻ നാട്ടിലെ ഒരു വ്യവസായിയാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് കാഴ്ചയിൽ വലിയ വീടും വാഹനങ്ങളും ഒക്കെ ആയിട്ട് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രദേശവാസികൾ തന്നെ വളരെ ആശ്ചര്യത്തോടാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ പ്രവാസിയായിട്ടൊരു അവിടെ കൺസ്ട്രക്ഷൻ മേഖല അതേണക്കുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന അത്തരത്തിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിലുള്ള ഒരു വ്യവസായ അല്ലെങ്കിൽ ബിസിനസ്. അത്തരത്തിൽ അദ്ദേഹം വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന നിരന്തരം അധികം വർഷക്കണക്കിന് പ്രവാസ ജീവിതം നയിച്ച് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് വരുന്ന സാധാരണക്കാരായ പ്രവാസികളെ പോലുള്ളവരല്ല. പ്രവാസിയിൽ ബിസിനസ്സുകാരാകുമ്പോൾ അവർ മാസത്തിൽ 4ഉം 5ഉം തവണ നാട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന നിരവധി ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രവാസ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ബിസിനസ്സുകാരായതുകൊണ്ട് അദ്ദേഹം 3 ദിവസം മുമ്പ് നാട്ടിൽ വരികയും ഇന്ന് തിരിച്ചു പോകാനിരുന്നപ്പോഴാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ മരണവാർത്ത അറിയുന്നത്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ എന്താണോ അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ കാര്യങ്ങളും എന്താണെന്ന് ഉള്ള അന്വേഷണത്തിലാണ്. കടയ്ക്കൽ പോലീസാണ് അന്വേഷണം. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടക്കങ്ങൾ. അപ്പോൾ അന്നേരം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താവുമായിട്ട് നമുക്കറിയാം ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ചുരുക്കം ചിലരാണ്. എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പ്രതിസന്ധികളും വരുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് കളഞ്ഞിട്ട് ഭാര്യയും മക്കളെ കളഞ്ഞിട്ട് ഭർത്താവ് മറ്റൊരു വഴി തേടി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷികൾ കുറയുമ്പോൾ ഭാര്യ മറ്റൊരു സ്ഥലങ്ങളിൽ മറ്റ് സുഖസൗകര്യങ്ങൾ തേടി പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളും കാണാം. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മറ്റ് ഉയർന്ന ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെയോ മക്കളെയൊക്കെ പരീക്ഷിക്കാതെ അല്ലെങ്കിൽ മക്കളെ നോക്കാതെ ഭർത്താവിനെ ഇല്ലാതെ ജീവിക്കുന്ന ഭാര്യമാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നതാണ്. പക്ഷേ ഇത് ഭാര്യയും ഭർത്താവുമാണ് ഒരുമിച്ച് മരണപ്പെട്ടത്. അവരെ അപായപ്പെടുത്തിയതാണോ, അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതാണോ എന്നൊക്കെയുള്ള അന്വേഷണത്തിൽ കൂടി മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രവാസികളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജോലിയിൽ ജീവിക്കുന്ന പോലുള്ള അവരെ മനസ്സ് വളരെയധികം കഠിനമായ ഒരു മനസ്സ് അവരെ ജോലിയുടെ ഭാരം കൊണ്ട് നാട്ടിൽ നിന്ന് വിട്ട് അന്യനാട്ടിൽ പോയി നിൽക്കുമ്പോഴും കുടുംബത്തെ മാറി നിൽക്കുമ്പോഴും പ്രവാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം നാട്ടിൽ നടക്കേണ്ട സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഇപ്പം പലതിലും പങ്കുചേരാൻ പറ്റാതെ എല്ലാം ഒരു വാർത്തയായിട്ട് ഫോൺ കോളിൽ കൂടെയും ഒക്കെ അറിയുമ്പോൾ അന്യനാട്ടിൽ നിന്ന് ആ ദുഃഖങ്ങളിലും ആ സന്തോഷങ്ങളിലും മനസ്സുകൊണ്ട് പങ്കുചേരുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് ഈ പ്രവാസികൾ. അത്തരത്തിൽ മനസ്സ് അവർ പല രീതിയിലും ത്വരിതപ്പെടുത്തിയെടുത്ത് ഏത് കാലാവസ്ഥയിലും ഏത് അന്തരീക്ഷത്തിലും ഏത് ബുദ്ധിമുട്ടുകളും സഹിക്കാൻ അവരുടെ മനസ്സ് പ്രാപ്തിയുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മുതിർന്ന ഏതാണ്ട് 50 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളയാണ് സൂതനും ഭാര്യയും ഒക്കെ. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് 2 മക്കൾ മുതിർന്നവരാണ്. അവർ ബിസിനസ് സംബന്ധമായിട്ട് അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ എന്താണ് ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥ? സ്വന്തം കിടപ്പമുറിയിൽ ഇങ്ങനെ 2 പേരും മരണപ്പെട്ട എന്നുള്ളത് ഇനി വരും സമയത്ത് അല്ലെങ്കിൽ അന്വേഷണത്തിൽ കൂടി മാത്രമേ തിരിച്ചറിയാം. ഇനി വല്ല ലെറ്ററുകളും വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇനി അവിടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ഏത് നിമിഷമാണോ ഏത് സാഹചര്യത്തിലാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നവരും ചിലപ്പോൾ സംഭവിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ച് കുടുംബമായിട്ട് ജീവിച്ചിട്ട് അതിനകത്ത് പല കാരണങ്ങൾ, ഇപ്പോൾ പുതിയ മാനസിക പ്രശ്നങ്ങൾ, നാർസിസ്റ്റ് പോലുള്ള ചില സ്വഭാവ വൈകൃതങ്ങളുള്ള സ്ത്രീകളും സ്വഭാവ വൈകൃതങ്ങളുള്ള പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ
അത്തരത്തിൽ ഒറ്റപ്പെടുത്തുകയും ഒറ്റയ്ക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശരിവെച്ച് പോവുകയും അങ്ങനെയൊക്കെ കൊലപാതകങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും അങ്ങനെയൊക്കെ കടന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ സ്വഭാവ വൈകല്യമുള്ള അതൊന്നും മാറ്റാൻ പറ്റത്തില്ല, അതിന് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അവർ സ്വയം തിരിച്ചറിഞ്ഞ് വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി മാത്രമേ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ. ഇതെല്ലാം വരുന്ന സമയത്താണ് അതിലൊന്നും ഒരു ആത്മഹത്യ കൊണ്ട് ഒരു പരിഹാരമില്ല. പക്ഷേ ഈ കാലഘട്ടം കടന്നു പോകണം. ഈ വിഷമങ്ങളും ദുഃഖങ്ങളും ആ പെരുമാറ്റങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഏത് ശാരീരിക ബുദ്ധിമുട്ട് വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് ഒരു മനുഷ്യ ജീവിതത്തിൽ അത് പൂർത്തീകരിച്ച് എപ്പോഴാണോ അതിൻ്റെ അവസാനം അത് ഏത് നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ പൂർത്തീകരിക്കണം വരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കേണ്ട ജീവിതമാണ്. പക്ഷേ ഇത്രയും കടക്കൽ ഈ കുടുംബ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ കിടപ്പമുറിയിൽ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കടക്കൽ പോലീസ് അത് അന്വേഷിച്ച് അതെന്താണ് കണ്ടെത്തിയത്. എന്തായാലും വളരെ കടക്കൽ അവിടുത്തെ അഞ്ചുമുക്ക് പ്രദേശവാസികൾക്കെല്ലാം ഒരു വിഷമകരമായിട്ടുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മലയാളി വാർത്ത, രാംഭദ്രൻ.